നിലവിൽ ഇപ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടമാണ് കാണാൻ കഴിയുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ പോലീസ് വീണ്ടും അവർക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴും ഉള്ളത്? അവന്തിക, പ്രതിഷേധം കനക്കുകയാണ്. ഈ ദില്ലി ജന്തർ മന്ദിറിന് പുറത്ത് ഇപ്പോൾ ആളുകൾ തടിച്ചുകൂടുകയാണ്. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന തരത്തിൽ JP നദ്ദയുടെ ഭാഗത്ത് നിന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം ഉണ്ടായപ്പോൾ മുതലാണ് ഇപ്പോൾ ജനക്കൂട്ടം വലിയ തരത്തിൽ ഈ ഒരു പ്രതിഷേധ വേദിയിലേക്ക് ഇത്തരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ദില്ലി ജന്തർ മന്ദിറിന് പുറത്ത്, ഞാൻ പറയുന്നത് പുറത്തെ കാര്യമാണ്, ഉള്ളിൽ 10,000-ഓളം അധികം ആളുകളുണ്ട്. ഒരു ആൾക്കൂട്ട അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള അത്രത്തോളം ജനങ്ങളെ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആളുകൾ കൂട്ടത്തോടെ ഇപ്പോൾ ജന്തർ മന്ദിറിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഇവരെല്ലാം കയ്യിലൊരു പ്ലക്കാർഡുണ്ട്. ഇതിലൊരു പ്ലക്കാർഡിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇലക്റ്റഡ് എ ക്ലൗൺ എക്സ്പെക്ട് എ സർക്കസ് എന്നുള്ളതാണ്. അത്തരത്തിൽ PM കോംപ്രമൈസ് ചെയ്തു എന്ന തരത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോസ്റ്ററുകളുമായിട്ടാണ് ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തുന്നത്. ഇവരെല്ലാം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്. BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ നീറ്റ് പേപ്പർ ചോർച്ചയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ജ്യോതിഷ് വാങ്ങാത്ത പുറത്താക്കാത്ത പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം ഉയരുന്നു. ഇത്തരത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായി ഇത് എന്ന് റോഡിൽ ആളുകൾ മുദ്രാവാക്യം എഴുതി വയ്ക്കുകയാണ്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിഷേധ ഒരു സമരം അല്ലെങ്കിൽ വലിയൊരു വിയോജിപ്പ്, വലിയ അസംതൃപ്തിയുമായിട്ടാണ് ഇത്തരത്തിൽ ഈ യുവാക്കൾ ഈ തെരുവിലേക്ക് ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ദൃശ്യങ്ങൾ കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയും വേണ്ടിക്കൊണ്ടാണ്, വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ ഭരണഘടനയും വേണ്ടിക്കൊണ്ട് പ്രതിഷേധക്കാർ ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം. ഫെമിന, പ്രതിഷേധക്കാരെ പോലീസ് അടിച്ചോടിക്കാൻ ശ്രമിക്കുകയാണോ അവിടെ നടക്കുന്നത്? വലിയ രീതിയിലുള്ള ലാത്തി ചാർജ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ദില്ലി ജന്തർ മന്ദിറിൽ വീണ്ടും പ്രതിഷേധം ശക്തമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലെന്ന് JP നദ്ദ അറിയിച്ചതോടുകൂടി ആയിരക്കണക്കിന് യുവാക്കളാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ജന്തർ മന്ദിറിന് പുറത്ത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ദില്ലി തീർത്തും സംഘർഷഭൂമിയായി മാറിയിരിക്കുകയാണ്. പോലീസ് ലാത്തിചാർജ് കൊണ്ട് പ്രതിഷേധക്കാരെ അടിച്ചോടിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് അവിടെ നടക്കുന്നത്. കല്ലേറും ടിയർ ഗ്യാസ് പ്രയോഗവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പോലീസ് ലാത്തിചാർജ് നടത്തുന്നുണ്ട്. പ്രതിഷേധക്കാരെ അടിച്ചോടിക്കാൻ ശ്രമിക്കുകയാണ്. ദില്ലി മന്ദിറിന് പുറത്തുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ദില്ലി മന്ദിറിനകത്ത് 10,000-ലധികം ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇന്റർനെറ്റ് അവിടെ വിച്ഛേദിച്ചത് കാരണം വ്യക്തമായ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ പകർത്താൻ അവിടെ നിന്ന് സാധ്യമല്ല. ഇപ്പോൾ പോലീസും സമരക്കാരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള അക്രമമാണ് പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ അഴിച്ചുവിടുന്നത്. അല്പം മുൻപ് JP നദ്ദ വ്യക്തമാക്കിയിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലെന്ന്. BJPയും കേന്ദ്ര സർക്കാരും ചേർന്ന് പ്രധാനമന്ത്രിയും ചേർന്നുള്ള ഒത്തുകളിയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലെന്ന് ഉറപ്പിച്ചതോടുകൂടി CJP പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് ദില്ലിയിൽ ജന്തർ മന്ദിറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. കല്ലേറും ടിയർ ഗ്യാസ് പ്രയോഗവും നടക്കുകയാണ്. പ്രവർത്തകരെ ലാത്തിചാർജ് ചെയ്യുന്ന പ്രവണതയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് ദില്ലി ജന്തർ മന്ദിറിന് പുറത്ത് കാണാൻ സാധിക്കുന്നത്. ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ രീതിയിലുള്ള സംഘർഷമാണുള്ളത്. പോലീസ് പ്രതിഷേധക്കാരെ വലിയ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നുണ്ട്. എന്താണ് നിലവിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഹലോ
അവന്തിക കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഫെമിന കേൾക്കാം. ജന്തർ മന്ദിറിന് പുറത്ത് പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് ജന്തർ മന്ദിറിന് പുറത്ത് നടക്കുന്നത്. സമരക്കാരെ പോലീസ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ടിയർ ഗ്യാസ് പ്രയോഗമുണ്ട്. ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, വലിയ രീതിയിലുള്ള സംഘർഷമാണ് അവിടെ നടക്കുന്നത്. ദില്ലി അക്ഷരാർത്ഥത്തിൽ ഒരു സംഘർഷ ഭൂമിയായി മാറിയിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അതേവന്തിക അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ തടിച്ചുകൂടുകയാണ് ദില്ലിയുടെ ഈ നഗരവീതിയിൽ. ജന്തർ മന്ദിറിന് പുറത്താണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നത്. ജന്തർ മന്ദിറിൽ ആയിരങ്ങളാണുള്ളത്, പതിനായിരങ്ങളാണുള്ളത്. പുറത്തും ഇതുപോലെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് മാർച്ചിൽ നമ്മൾ എന്താണോ കണ്ടത്, അത്തരത്തിൽ വലിയൊരു ജനക്കൂട്ടം ഇപ്പോൾ റോഡിലേക്ക് ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ജന്തർ മന്ദിർ. ഈ ജന്തർ മന്ദിറിലെ പ്രതിഷേധ വേദിക്കപ്പുറത്ത് ജന്തർ മന്ദിർ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അതിന് നടുവിലായിട്ട് ഇപ്പോൾ ഉള്ള റോഡിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു ജനക്കൂട്ടം. ഇപ്പോൾ ആളുകൾ ഈ ഒരു പ്രതിഷേധ നഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇവരെല്ലാം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരെല്ലാം ഈ ഒരു ജന്തർ മന്ദിറിലേക്ക് എത്താൻ വേണ്ടി ഇവിടേക്ക് വരുന്നത്. എന്നാൽ ജന്തർ മന്ദിറിലേക്ക് പോകാൻ കഴിയാത്ത പ്രതിഷേധക്കാർ ഇവിടെ തടിച്ചുകൂടുകയാണ് റോഡിൽ. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിരവധി ആളുകൾ കയ്യിൽ ഫ്ലക്സാർഡുകളുമായിട്ടാണ് വരുന്നത്. അവർ റോഡിൽ മുദ്രാവാക്യം എഴുതുന്നു. മോദി, PM മോദി, കോംപ്രമൈസ് ഇടുന്നു ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ എഴുതുന്നു. മതിലുകളിൽ മുദ്രാവാക്യം എഴുതുന്നു. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിവരുന്ന പ്രതിഷേധക്കാർ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ രാത്രി 9 മണിയോടടുക്കുമ്പോൾ ഇവിടെ കാണുന്നത്. ഇതിനെ എങ്ങനെ കേന്ദ്ര സർക്കാർ നേരിടും എന്നതിൽ കേന്ദ്ര സർക്കാർ എങ്ങനെ നേരിടും എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. നേരത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നാണ് JP നദ്ദ പറഞ്ഞത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരൊരു സമരം നടത്തുന്നത്. ഈ സമരത്തിൽ ഐക്യദാർഢ്യവുമായിട്ട് പിന്തുണയുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ദില്ലി ഈ ജന്തർ മന്ദിറിലേക്ക് എത്തുകയാണ്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യ തലസ്ഥാനത്താണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം കാണുന്നത്. നേപ്പാളിൽ, ബംഗ്ലാദേശിലൊക്കെ നമ്മൾ കണ്ട ഒരു ജൻസി വിപ്ലവത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ ഇന്ത്യയിലുണ്ടാകുമോ, ദില്ലിയിലുണ്ടാകുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. കാരണം അത്തരം ഒരുപക്ഷെ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾ ഇങ്ങോട്ട് തടിച്ചുകൂടിയാണ്. ഇവരെ എങ്ങനെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുമെന്നുള്ളതാണ് ചോദ്യം. ടിയർ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലാത്തി ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ ക്രൂരമായിട്ടുള്ള ഒരു പോലീസ് മർദ്ദനമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ജനക്കൂട്ടത്തെ എങ്ങനെ ഇവിടെ നിയന്ത്രിക്കും? രാത്രി ഈ വൈകിയ സമയത്ത് എങ്ങനെ പോലീസ് ഈ ഒരു പ്രതിഷേധത്തെ നേരിടും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ആളുകൾ ഈ ഒരു പ്രതിഷേധ നഗരിയിലേക്ക് കൂട്ടത്തോടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്തിക.